നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രയേലിൽ വീണ്ടും മിസൈൽ ആക്രമണമെന്ന റിപ്പോർട്ട്. ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് ഇസ്രയേൽ, തിരിച്ചടിക്കാൻ നിർദ്ദേശം. ആരോപണം നിഷേധിച്ച് ഇറാൻ. US സൈനിക താവളം ആക്രമിച്ചതിൽ ഇറാൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി ഖത്തർ. ഇറാനിൽ നിന്ന് 18 മലയാളികൾ ഉൾപ്പെടെ 271 പേരടങ്ങുന്ന ഒരു സംഘം കൂടി ഡൽഹിയിൽ തിരിച്ചെത്തി. നിലമ്പൂരിലെ തോൽവി വർഗീയ ശക്തികൾ ഒരുമിച്ചു നിന്നതിന്റെ ഫലമെന്ന് ആവർത്തിച്ച് CPM. സകല നിറത്തിലുള്ള വർഗീയ ഭീകരവാദികൾ ഒരുമിച്ച് ആക്രമിക്കുന്നത് ആഹ്ലാദമെന്ന് M സ്വരാജിന്റെ FB പോസ്റ്റ്. CPM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കം. വോട്ടർമാരോട് നന്ദി പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിന്റെ റോഡ് ഷോ. മോദി സ്തുതിയിൽ ശശി തരൂരിനെതിരെ സംസ്ഥാന കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു. പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയുള്ള തരൂരിന്റെ ലേഖനത്തിൽ നിലപാട് AICC എടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികളെ സ്തുതിക്കുന്നത് അരോചകമെന്ന് K മുരളീധരൻ. സംസ്ഥാനത്ത് ആഭിചാരവും മന്ത്രവാദവും നിരോധിക്കാൻ നിയമം നിർമ്മിക്കില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. അതൃപ്തി പ്രകടിപ്പിച്ച് കോടതി. 3 ആഴ്ചയ്ക്കകം വിശദമായ സത്യവാങ്മൂലം നൽകണമെന്ന് കോടതി നിർദ്ദേശം. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയ ആശുപത്രി അധികൃതർ. VSനെ സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രയേലിൽ വീണ്ടും മിസൈൽ ആക്രമണമെന്ന റിപ്പോർട്ട്. ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് ഇസ്രയേൽ ആരോപിച്ചു. എന്നാൽ ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന ആരോപണം ഇറാൻ നിഷേധിച്ചു. അതിനിടെ US സൈനിക താവളം ആക്രമിച്ചതിൽ ഖത്തർ ഇറാൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഇസ്രയേൽ വ്യോമപാത തുറന്നു. ഇറാൻ ഇസ്രയേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചതിനു പിന്നാലെയാണ് ഇസ്രയേൽ വ്യോമപാത പൂർണ്ണമായും അടച്ചത്. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് 271 പേരടങ്ങുന്ന ഒരു സംഘം കൂടി ഡൽഹിയിൽ തിരിച്ചെത്തി. 18 മലയാളികളാണ് ഈ സംഘത്തിലുള്ളത്. ഇന്ന് പുലർച്ചെ 3:30 292 പേരടങ്ങുന്ന ഒരു സംഘവും 8:45 165 പേരടങ്ങുന്ന മറ്റൊരു സംഘവുമാണ് ഡൽഹിയിലെത്തിയത്. 16 മലയാളികളാണ് ഈ സംഘങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ 12 പേർ വിദ്യാർത്ഥികളാണ്. ഇതുവരെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 2731 ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള പുതിയ കരാർ വരുന്നു. 2000 കോടി രൂപയുടേതാണ് കരാർ. സൈന്യത്തിന് ആയുധം സംഭരിക്കാനുള്ള സംവിധാനമാണ് എമർജൻസി പ്രൊക്യൂർമെന്റ് മെക്കാനിസം അഥവാ EP. ഇതുവഴി അടിയന്തര സാഹചര്യങ്ങളിൽ സൈന്യത്തിന് നേരിട്ട് ആയുധങ്ങൾ സംഭരിക്കാം. ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ വാങ്ങാനുള്ള 13 കരാറുകൾക്കാണ് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിരിക്കുന്നത്. ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാർ, വ്യോമാക്രമണ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ സേനയുടെ ഭാഗമാക്കും. ഇൻ്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇൻ്റർഡിക്ഷൻ സിസ്റ്റം, വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം, അതിൻ്റെ ലോഞ്ചറുകൾ, മിസൈലുകൾ, വിദൂര നിയന്ത്രിത നിരീക്ഷണ ഡ്രോണുകൾ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ, വെടിയുണ്ടകളെ പ്രതിരോധിക്കുന്ന ഹെൽമറ്റുകൾ, കവചിത വാഹനങ്ങൾ, തോക്കുകളിൽ ഘടിപ്പിക്കാവുന്ന രാത്രിയിലും കാഴ്ച നൽകുന്ന നൈറ്റ് സൈറ്റ് സംവിധാനം എന്നിവയാണ് അടിയന്തരമായി വാങ്ങിക്കുന്നത്. സേനയെ ആധുനികവൽക്കരിക്കുകയും പുതിയ കാല ഭീഷണികളെ നേരിടാൻ പര്യാപ്തമാക്കുകയും ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ദുർമന്ത്രവാദവും ആഭിചാരവും തടയാൻ നിയമനിർമ്മാണം നടത്താതെ എന്ത് പോംവഴിയെന്ന് ഹൈക്കോടതി. സംസ്ഥാന സർക്കാർ നടപടികൾ അറിയിക്കാൻ കോടതി നിർദ്ദേശം. അന്ധവിശ്വാസ ആചാരങ്ങൾ കുറ്റകരമാക്കണമെന്ന ജസ്റ്റിസ് KT തോമസ് റിപ്പോർട്ടിലെ തുടർ നടപടി ആവശ്യപ്പെട്ട് യുക്തിവാദി സംഘം നൽകിയ ഹർജിയിലാണ് കോടതിയുടെ വിശദീകരണം. സംസ്ഥാനത്ത് ആഭിചാരവും മന്ത്രവാദവും നിരോധിക്കാൻ നിയമം നിർമ്മിക്കില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ അറിയിച്ചു. നിയമനിർമ്മാണം വേണ്ടെന്ന് മന്ത്രിസഭായോഗം തീരുമാനിച്ചുവെന്നും സർക്കാർ അറിയിച്ചു. 2019 ജസ്റ്റിസ് KT തോമസ് കമ്മീഷന്റെ ശുപാർശയും നടപ്പാക്കില്ല. സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തണോ എന്നതിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം നിയമസഭയ്ക്കുണ്ടെന്നും ഹൈക്കോടതി കാര്യത്തിൽ നിർദ്ദേശം നൽകാനാവില്ലെന്നുമാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം.
തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ V രാജശേഖരൻ നായർ വ്യക്തമാക്കി. കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ് തുടങ്ങിയ സ്പെഷ്യലിസ്റ്റുകളാണ് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത്. VSനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. CPMന്റെ മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയും ആശുപത്രിയിലെത്തി VSനെ കണ്ടിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് VSനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അട്ടിമറി ആക്ഷേപത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളോട് പ്രതികരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിഷയം ചർച്ച ചെയ്യാമെന്ന് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചു. ഈ മാസം 12-നാണ് കത്തയച്ചത്. ചർച്ചയ്ക്കുള്ള തീയതി അറിയിക്കാൻ നിർദ്ദേശിച്ചാണ് കത്തയച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്ന ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്നും പരാതികളുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുകയാണ് വേണ്ടതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തിൽ പറയുന്നു. നിലമ്പൂരിലെ പിന്തുണയ്ക്ക് മുസ്ലിം ലീഗിനോട് നന്ദി പറഞ്ഞ ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് രാവിലെ പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ചാണ് ഷൗക്കത്ത് നന്ദി അറിയിച്ചത്. ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ വിജയമാണ് നിലമ്പൂരിലുണ്ടായതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. കോൺഗ്രസിനേക്കാൾ മുൻപ് നിലമ്പൂരിൽ പ്രചരണം ആരംഭിച്ചത് മുസ്ലിം ലീഗായിരുന്നുവെന്നും നേതൃത്വത്തിനോട് നന്ദി പറയുന്നതായി ഷൗക്കത്തും പ്രതികരിച്ചു. നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗ് ആദ്യം. ഒരു ചെറിയൊരു ലൂപ്ഹോൾ പോലും ഉണ്ടാകാൻ പാടില്ല. എല്ലാ ഓട്ടയടച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയത്. അതിന് UDF അതിന് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന വാസ്തവത്തിൽ എനിക്കറിയില്ല. എന്തൊക്കെയായാലും അതിനുകൂടി വേണ്ടിയാണ് ഇവിടെ സംഭവിക്കുന്നത്. നിലമ്പൂർ UDF തിരിച്ചുപിടിക്കുമ്പോൾ അത് മുസ്ലിം ലീഗിന്റെ കൂടി വിജയമാണ്. കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം വിജയം ഉറപ്പാക്കാൻ ഇത്തവണ ലീഗ് പ്രവർത്തകരും കൈമെയ് മറന്ന് ഒപ്പമുണ്ടായിരുന്നു. നിലമ്പൂരിലെ UDFന്റെ തിളക്കമാർന്ന വിജയത്തിനു പിന്നിലെ പ്രധാന ഘടകം മുസ്ലിം ലീഗായിരുന്നു. നേരത്തെ പല തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ പൂർണ്ണമായും കോൺഗ്രസിന് ലഭിക്കാറില്ല എന്ന് UDF ക്യാമ്പിൽ അടക്കം പറച്ചിലുകൾ ഉണ്ടായിരുന്നു. അന്തരിച്ച കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ലീഗിനെക്കുറിച്ചും തങ്ങളെക്കുറിച്ചുമുള്ള പരാമർശങ്ങളെല്ലാം ലീഗ് പ്രവർത്തകരിൽ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. ഇതെല്ലാം മുൻകാലങ്ങളിൽ PV അൻവറിനായിരുന്നു അനുകൂലമായി വന്നിരുന്നത്. എന്നാൽ ഇത്തവണ അത്തരം ആരോപണങ്ങൾക്ക് ഇടകൊടുക്കാതെ ശക്തമായി ലീഗ് പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. മുസ്ലിം ലീഗിന്റെ മുതിർന്ന പ്രവർത്തകരെല്ലാം മണ്ഡലത്തിൽ സജീവമായി. പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയ മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ പ്രചരണത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. നിലമ്പൂരിലെ UDFന്റെ വിജയം ലീഗിനെ സംബന്ധിച്ച് മറ്റു കാരണങ്ങൾ കൊണ്ടും അനിവാര്യമായിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അത് 2026-ലെ അധികാര പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുമായിരുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷി നേതാക്കളുടെ ഈ സഹകരണം തന്നെയാണ് ടീം UDFന്റെ വിജയമാണ് നിലമ്പൂരിൽ ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് പറയിപ്പിച്ചത്. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂരിൽ ഉജ്ജ്വല വിജയം നേടിയ ആര്യാടൻ ഷൗക്കത്ത് വോട്ടർമാരോട് നന്ദി പറയാനായി പഞ്ചായത്തുകളിൽ പര്യടനം നടത്തുന്നു. പര്യടനത്തിന്റെ തന്റെ വിജയത്തെക്കുറിച്ചും ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും അമൃത വാർത്തകളോട് പ്രതികരിച്ചു. TK അരവിന്ദൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. നിലമ്പൂരിലെ ഉജ്ജ്വല വിജയത്തിനു ശേഷം ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വോട്ടർമാരോട് നന്ദി പറയാനായി പഞ്ചായത്തുകളിൽ പര്യടനം നടത്തുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് ഈ വിജയത്തിൽ വോട്ടർമാരോട് പറയാനുള്ളത്? അല്ല, അവർ നൽകിയ വലിയ വിജയത്തിന് അവരോട് നന്ദി പറയാണ്. നമുക്ക് അവരോട് പറയാനുള്ളത് എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി അവരെ കൂടെ ഞാനുണ്ടാവും. എന്നെ ഒരിക്കലും ഒരു ജനപ്രതിനിധിയായി കാണരുത്, എന്നെ ഒരിക്കലും ഒരു MLA ആയി കാണരുത്, എന്നെ ഒരിക്കലും ഒരു നേതാവായും കാണരുത്. എങ്ങനെയാണോ കഴിഞ്ഞ കാലത്തൊക്കെ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ ഇവരുടെ ഇടയിൽ ഇവരുടെ ഒരു ബാപ്പുട്ടിയായി കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വികസന കാര്യത്തിൽ ഏതിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? വികസന കാര്യത്തിൽ UDF തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയി. ആ പദ്ധതികളൊക്കെ പൊടി തട്ടിയെടുത്ത് പരമാവധി അത് പൂർത്തീകരിക്കാൻ വേണ്ടി LDF ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തും. തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ ഒരിക്കൽ പോലും താങ്കൾ രാഷ്ട്രീയ എതിരാളികളെ പറ്റി യാതൊന്നും സംസാരിച്ചില്ല. അതേസമയത്ത് പലതരത്തിലുള്ള ആരോപണങ്ങളും താങ്കൾക്കെതിരെ ഉയർന്നു വന്നു. ഇക്കാര്യത്തിൽ ഇനിയുള്ള അവരോടൊപ്പമുള്ള ഒരു സമീപനം എങ്ങനെ PV അൻവർ ഉൾപ്പെടെയുള്ള വ്യക്തിപരമായ ഒരു പരാമർശത്തിനും ഒരാക്ഷേപത്തിനും ഒരധിക്ഷേപത്തിനും ഞാൻ മറുപടി പറയില്ല. അതെൻ്റെ രീതിയല്ല, അതെൻ്റെ ഒരു നിലപാടാണ്, നിലപാടിൻ്റെ ഭാഗമാണ്.
ആശംസകൾ നേരുന്നു. താങ്കൾ അടുത്ത മാസങ്ങൾ നന്നായി പോകട്ടെ എന്ന്. ഓക്കെ താങ്ക് യു. തീർച്ചയായും നിലമ്പൂരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ വോട്ടർമാരോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വോട്ടർമാർക്ക് നൽകുന്നത്. നിലമ്പൂരിൽ നിന്നും ടി അരവിന്ദൻ, അമൃത ന്യൂസ്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും നിലമ്പൂർ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം തുടരുമെന്ന് NDA സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. ജയസാധ്യതയില്ലെന്ന് കരുതി സുഹൃത്തുക്കളായ BJP പ്രവർത്തകരുടെ പോലും വോട്ടുകൾ കോൺഗ്രസിനും അൻവറിനും പോയിട്ടുണ്ടെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നു, ഷൗക്കത്ത് ജയിച്ചു. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് NDA സ്ഥാനാർത്ഥിയുടെ ഒരു സാന്നിധ്യം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. 8648 വോട്ടുകളാണ് NDA സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് സ്വന്തമാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ടത് എത്രത്തോളം വോട്ട് നേടാൻ കഴിഞ്ഞു എന്നുള്ളതിന് അപ്പുറത്തേക്ക് ആ നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്ന വോട്ട് അതിലേക്ക് ഒരു പടി കൂടി അത് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ശക്തമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു രണ്ട് മുന്നണികളൊപ്പം തന്നെ PV അൻവർ. എങ്ങനെയാണ് ഇപ്പോൾ ഈ പരാജയപ്പെട്ടു എങ്കിൽ പോലും നല്ല പ്രകടനമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്? തീർച്ചയായിട്ടും നല്ല പ്രകടനമായിരുന്നു. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഇത് ഭാവിയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്, ഒരു ബേസിക് വോട്ട്സാണ് ഇത് വന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോകും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണവും തെളിവുമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ഈ വികസനം കൂടുതലായി ചർച്ചയായില്ല എന്നുള്ളതായിരുന്നു NDAയുടെ പ്രധാനപ്പെട്ട ആരോപണം. അത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയും ചർച്ചയാകുമല്ലോ. ഞങ്ങൾ ഒരു വലിയ മുന്നേറ്റം നടത്തി ഞങ്ങളത് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉപതെരഞ്ഞെടുപ്പുകൾ സാധാരണഗതിയിൽ BJPക്ക്, അതായത് മൂന്നാം കക്ഷിക്ക് വോട്ടുകൾ കുറയുകയാണ് പതിവ്. കാരണം ഇവിടെ നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷവും വലതുപക്ഷവും വളരെ ശക്തമായ പ്രവർത്തനം നടത്തി. കേരളത്തിലെ 139 MLA-മാരും മന്ത്രിമാരും അതേപോലെ തന്നെ MP-മാരും പിന്നെ ബാക്കിയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ മുഴുവൻ ആളുകളും, കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുഴുവൻ ആളുകളും ഇവിടെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വേണ്ടി വളരെ ശക്തമായി പ്രവർത്തിച്ചു. അപ്പോൾ ശരിക്കും സ്വാഭാവികമായിട്ടും ആ വോട്ടുകൾ ആ രീതിയിലൊക്കെ ഈ നിഷ്പക്ഷ വോട്ടുകളൊക്കെ അങ്ങോട്ട് മറിയാൻ സാധ്യതയുണ്ട്. പിന്നെ അൻവറിൻ്റെ സാന്നിധ്യവും വളരെ ശക്തമായിരുന്നു. അത് നമ്മൾ മനസ്സിലായല്ലോ. 9 വർഷം MLA ആയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും വളരെ ശക്തമായിരുന്നു. ഏതായാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ല ശക്തമായ മുന്നേറ്റം നടത്താൻ സാധിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരുപക്ഷെ ഈ സർക്കാർ വിരുദ്ധ, പിണറായി വിരുദ്ധ വോട്ടുകൾ അൻവർ പിടിക്കുന്നതോടൊപ്പം തന്നെ UDF-ലേക്ക് പോയിട്ടുണ്ടാകും. CPM-നോട് വിരുദ്ധമായ വോട്ടുകളൊക്കെ തന്നെ പോയിട്ടുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ NDA ജയിക്കില്ല എന്നൊരു തോന്നലൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് നൽകണ്ട, സ്വരാജ് പരാജയപ്പെടേണ്ടത് ആവശ്യമാണ്, അതുകൊണ്ട് വലതുപക്ഷത്തേക്ക് പോട്ടെ എന്നൊരു നിലപാടെടുത്തിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാവുമല്ലോ. അൻവറിന് പിന്നെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകളാണ് കൂടുതൽ അൻവറിന് കിട്ടിയെന്ന് ഞാൻ കരുതുകയാണ്. ഭരണവിരുദ്ധ വികാരമുണ്ട് നിലമ്പൂരിലും കേരളത്തിലും മൊത്തവും. അതൊരു സത്യമാണ്. അത് ആരും മൂടി വെച്ചാലും അതൊരു സത്യമായി നിലനിൽക്കുകയാണ്. അതേപോലെ തന്നെ ഇടതുപക്ഷത്തോട് വിരോധമുള്ള ആളുകളൊക്കെ, നിഷ്പക്ഷരായ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വലതുപക്ഷത്തെ വോട്ട്, അങ്ങ് നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചത് വലതുപക്ഷത്തേക്ക് വോട്ടുകൾ കൃത്യമായി, അതായത് നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന NDAക്ക് ലഭിക്കേണ്ടിരുന്ന വോട്ടുകൾ പോലും വലതുപക്ഷത്തേക്ക് പോയി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ അവസാന ലാപ്പിലെ ഒരു കണക്കനുസരിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയസാധ്യത കുറവാണെന്ന് മനസ്സിലാക്കിയപ്പം നമുക്ക് കിട്ടാവുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാരായ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ, അവരുടെ വോട്ടുകൾ അവർ വോട്ട് ചെയ്താൽ അത് നിഷ്ഫലമാകുമോ എന്ന് കരുതി അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അങ്ങനെ ഷൗക്കത്തിന് കുറച്ച് വോട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അൻവറിനും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്വതന്ത്രനായി മത്സരിക്കുന്ന അൻവറിന് അങ്ങനെയുള്ള നിഷ്പക്ഷമതികളുടെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ പരാജയപ്പെട്ടു എങ്കിൽ പോലും ഈ മണ്ഡലത്തിൽ സജീവമായി നിന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെയും ഒപ്പം തന്നെ BJPയുടെയൊക്കെ തന്നെ വികസന നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എങ്ങനെയാണ് ഇനിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഉദ്ദേശിക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടിയിൽ ഞാൻ ശക്തമായി പ്രവർത്തിക്കും. രാജീവ് ചന്ദ്രശേഖർജി ഉൾപ്പെടെ നേതാക്കന്മാരെല്ലാം എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ധൈര്യമായി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും തൃശ്ശൂരിൽ 27-ാം തീയതി ഞാൻ കാണാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇനിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനവുമായി അതിശക്തമായി മുന്നോട്ട് പോകും. ഈ മലയോര കുടിയേറ്റ മേഖലകളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അടിവേരുകളുണ്ട്. അത് കൂടുതൽ ഊർജ്ജസ്വലമാക്കും. അതാണ് എൻ്റെ പരിപാടി. ഇതാണ് NDA സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്. ഇനിയും മുന്നോട്ട് തന്നെയാണ്. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ്, വികസനം പറഞ്ഞ്, മലയോര മേഖലകളിലെ ജനങ്ങളെ കൃത്യമായി അവരുടെ നിലപാടുകൾ, അതായത് പാർട്ടിയുടെ നിലപാടുകൾ പറയും. ഒപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് NDA സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ BJPയും തീരുമാനിച്ചിട്ടുള്ളത്. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം KK പ്രസാദ്, അമൃത ന്യൂസ്, നിലമ്പൂർ. നിലമ്പൂരിലെ തോൽവി വർഗീയ ശക്തികൾ ഒരുമിച്ചു നിന്നതിന്റെ ഫലമെന്ന് ആവർത്തിച്ച് CPM. സകല നിറത്തിലുള്ള വർഗീയ ഭീകരവാദികൾ ഒരുമിച്ച് ആക്രമിക്കുന്നത് ആഹ്ലാദമെന്നാണ് തോൽവിക്ക് ശേഷമുള്ള സ്വരാജിന്റെ FB പോസ്റ്റ്. വർഗീയ വോട്ടുകൾ LDFന് വേണ്ട എന്ന പ്രചാരണം ശക്തമാക്കി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാനാണ് CPM തയ്യാറെടുക്കുന്നത്. നാളെ മുതൽ ആരംഭിക്കുന്ന CPM സംസ്ഥാന നേതൃയോഗങ്ങൾ നിലമ്പൂരിലെ തോൽവിയിൽ വിശദമായ വിലയിരുത്തൽ നടത്തും.
നിലമ്പൂരിലെ UDF വിജയം സാങ്കേതികമെന്ന് BJP. വിജയം ജമാഅത്തെ ഇസ്ലാമിയുടെ സംഭാവനയാണ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം രാജ്യവ്യാപകമായി ചർച്ചയാക്കുമെന്നും BJP സംസ്ഥാന സെക്രട്ടറി K. രഞ്ജിത്ത്. വോട്ട് കൂടിയത് NDA മുന്നണിക്ക് മാത്രമെന്നും K. രഞ്ജിത്ത് പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ രാജ്യദ്രോഹ ശക്തികളായി പ്രഖ്യാപിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദ വർഗീയവാദികളെ കൂട്ടുപിടിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. വോട്ടിന് വേണ്ടി കൂട്ടുപിടിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. UDF പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച സമയത്ത് LDFും ഞങ്ങൾ മോശക്കാരല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി PDP പോലുള്ള മദനിയുടെ PDP പോലുള്ള മതമൗലികവാദ സംഘടനയാണ് LDF കൂട്ടുപിടിച്ചിരിക്കുന്നത്. നിലമ്പൂരിൽ UDFന് ഗുണം ചെയ്തത് ഇടതുപക്ഷത്തിന്റെ RSS ബന്ധമെന്ന് MK മുനീർ. അതിന് കടപ്പെട്ടിരിക്കുന്നത് MV ഗോവിന്ദൻ മാസ്റ്ററോടാണെന്നും മുനീർ പറഞ്ഞു. UDF ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു കാലത്ത് കൂട്ടുകൂടിയവർ ആർക്കും അൽഷിമേഴ്സ് ബാധിച്ചെന്ന് കരുതരുതെന്നും മുനീർ പറഞ്ഞു. നമുക്ക് ഗുണം ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷത്തിൻ്റെ RSS ബന്ധമാണ്. അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഗോവിന്ദ മാസ്റ്ററോടാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നത് അങ്ങ് വെളിപ്പെടുത്തിയോടുകൂടി ആളുകൾക്ക് വേറെ സംശയങ്ങളുടെ കാര്യമൊന്നുമില്ലല്ലോ. UDFും PDPയുമാണ് അവിശുദ്ധ ബന്ധമുണ്ടാക്കിയിട്ടുള്ളത്. അതിനെ മറികടക്കാൻ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വന്നതിൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളുകളവർ. അപ്പോൾ ഒരു കാര്യം നമ്മൾ പറയുമ്പം ഈ രാജ്യത്തുള്ളവർ ഒക്കെ അമ്നീഷ്യ ബാധിച്ചവരാണ്, അൾഷിമേഴ്സ് ബാധിച്ചവരാണ് എന്ന ധാരണയിൽ സംസാരിക്കരുത്. ജമാഅത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ ലേഖനത്തിൽ നിലപാട് പാർട്ടിയെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തരൂരിനെ പോലെ മുതിർന്ന നേതാവിനെ കുറിച്ച് താൻ ഒന്നും പറയില്ല. AICC ആണ് നിലപാട് പറയേണ്ടതെന്നും VD സതീശൻ വ്യക്തമാക്കി. അതിനെക്കുറിച്ചൊക്കെ കമൻറ്റ് പറയേണ്ടത് അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാളെക്കുറിച്ച് ഞാൻ പരസ്യമായിട്ട് ഒരു കമൻറ്റും ഞാൻ പറയില്ല. അത് പാർട്ടി നേതൃത്വമാണ് എന്താണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. എൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന ഒരാളെക്കുറിച്ച് ഞാൻ കമൻറ്റ് പറയില്ല. ഞാനൊരു പാർട്ടി കോൺഗ്രസ് നേതാക്കളെക്കുറിച്ച് ഒരാളെക്കുറിച്ച് ഒരു കമൻറ്റും പറയില്ല. ഞാൻ പറയുന്നതിന് ഒരു അനൗചിത്യമുണ്ട്. ഞാൻ അതിലൊക്കെ താഴെ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അതിനുള്ള ന്യായീകരണങ്ങൾ തേടി പോവും. പക്ഷേ അദ്ദേഹം ഓർക്കേണ്ട ഒറ്റ കാര്യം, ഇടത്തെ കൈ PDPയുടെ തോളിലും വലത്തെ കൈ ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ആസാമിയുടെ തോളിലുമായിരുന്നു. അത്ര ശശി തരൂരിനെതിരെ വീണ്ടും K. മുരളീധരൻ. വർക്കിംഗ് കമ്മിറ്റി അംഗം രാഷ്ട്രീയ എതിരാളിയെ സ്തുതിക്കുന്നത് അരോചകമാണ്. നിരന്തരം മോദി സ്തുതി നടത്തുന്നത് ശരിയല്ല. തെരഞ്ഞെടുപ്പ് ദിവസം തരൂർ നടത്തിയ പ്രസ്താവന ദൗർഭാഗ്യകരമെന്നും പ്രചാരണത്തിന് ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞത് ശരിയല്ലെന്നും K. മുരളീധരൻ കുറ്റപ്പെടുത്തി. ശശി തരൂർ വിഷയത്തിൽ നടപടി വേണോ വേണ്ടയോ എന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. അംഗം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളിയെ നിരന്തരമായി സ്തുതിക്കുന്നത് അത് വളരെ അരോചകമാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ദിവസം നിലമ്പൂരിൽ തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ അതൊക്കെ വളരെ ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് നടപടി വേണോ വേണ്ടേ എന്നുള്ള കാര്യം ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത് അറിയിക്കട്ടെ. ഞങ്ങളേതായാലും ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് 1% വില നിലമ്പൂരത്തെ ജനങ്ങൾ കൽപ്പിച്ചിട്ടില്ല. അടിയന്തരാവസ്ഥയുടെ വാർഷികം സർവകലാശാലകൾ ഭരണഘടനാ ഹത്യാദിനമായി ആചരിക്കണമെന്ന് വൈസ് ചാൻസലർമാർക്ക് ഗവർണറുടെ കത്ത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സാഹചര്യവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും വിശദീകരിക്കുന്ന സെമിനാറുകളും യോഗങ്ങളും നാടകങ്ങളും സർവകലാശാലകൾ സംഘടിപ്പിക്കണമെന്നും ഗവർണർ നിർദ്ദേശിക്കുന്നു. രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ വാർഷിക ദിനമാണ് ജൂൺ 25. അന്നേ ദിവസം സർവകലാശാലകൾ ഭരണഘടനാ ഹത്യാദിനമായി ആചരിക്കണമെന്നാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിർദ്ദേശിക്കുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് എല്ലാ VCമാർക്കും ഗവർണർ കത്തയച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യം, രാജ്യത്തുണ്ടായ അക്രമങ്ങൾ തുടങ്ങിയവ വിശദീകരിക്കുന്ന സെമിനാറുകളും യോഗങ്ങളും കവിതകളും നാടകങ്ങളും സംഘടിപ്പിക്കണമെന്നാണ് ഗവർണർ ആവശ്യപ്പെടുന്നത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ധീരമായി പോരാടിയവർക്ക് ആദരമർപ്പിക്കാൻ ജൂൺ 25 ഭരണഘടനാ ഹത്യാദിനമായി ആചരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഗവർണർ VCമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് കത്തയച്ചിരിക്കുന്നത്.
അതേസമയം ഭരണഘടനാ ഹത്യാദിനമായി ആചരിക്കുന്നതിനെ എതിർത്ത് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇതിനോടകം രംഗത്തുണ്ട്. അതിനു പിന്നാലെയാണ് കേരള ഗവർണർ സർവകലാശാലകളിൽ തീരുമാനം നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂരിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിനും ചിത്രമെടുക്കുന്നതിനും വിലക്ക്. കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. രാജ്ഭവന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് മാധ്യമങ്ങൾക്കുൾപ്പെടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് കാർഷിക സർവകലാശാല അറിയിച്ചു. ഈ മാസം 26-ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് തൃശൂർ പുഴയ്ക്കൽ ഹയാത്ത് റിയൻസിയിലാണ് ബിരുദദാന ചടങ്ങ്. കൃഷിമന്ത്രി പി പ്രസാദും ചടങ്ങിൽ പങ്കെടുക്കും. ഭാരതാംബ വിവാദത്തിന് ശേഷം ഇരുവരും ഒന്നിച്ചെത്തുന്ന വേദി കൂടിയാണ് ഇത്. തൃശൂർ പൂങ്കുന്നം പുഴയ്ക്കൽ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധം. മാസങ്ങളായി ഈ പ്രദേശത്ത് ഗതാഗത കുരുക്കടക്കം രൂക്ഷമായതോടെയാണ് BJP പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. സംസ്ഥാന പാതയിൽ 6 കിലോമീറ്ററോളം പ്രദേശം താണ്ടാൻ മണിക്കൂറുകളാണ് വേണ്ടിവരുന്നത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ പൂങ്കുന്നം പുഴയ്ക്കൽ മേഖലയിലെ നിർമ്മാണമാണ് ഒച്ചഴയും പോലെ നീങ്ങുന്നത്. റോഡ് നിർമ്മാണം മന്ദഗതിയിലായതോടെ ഇതുവഴിയുള്ള വാഹനയാത്രക്കാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 6 കിലോമീറ്ററോളം റോഡ് കടന്നു കിട്ടാൻ പലപ്പോഴും 2 മണിക്കൂറിലധികം കുരുക്കിൽ കിടക്കേണ്ടി വരുന്നു. ഇതോടെയാണ് BJP തൃശൂർ കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. BJP മുൻ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇത് വടക്കൻ കേരളത്തെയും തെക്കൻ കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്കും ജനങ്ങൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന റോഡാണ്. ഈ റോഡിന്റെ ഗതികേടിന് ഉത്തരവാദിത്തപ്പെടേണ്ട സംസ്ഥാന സർക്കാരാണ്. കാരണം 2 ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന സംസ്ഥാന റോഡാണ്. അതാണ് എന്റെ പ്രശ്നം. ഇതൊരു ദേശീയപാതയായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. പൂങ്കുന്നം ഡിവിഷൻ കൗൺസിലർ ഡോക്ടർ വി ആതിര അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രഭാരി MV ഗോപകുമാർ, ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, BJP മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, MS സമ്പൂർണ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് KSTP അറിയിച്ചിരിക്കുന്നത്. എന്നാൽ സ്കൂൾ തുറന്ന് 1 മാസം തികയുമ്പോഴും നിർമ്മാണ പ്രവൃത്തികൾ എങ്ങും എത്തിയിട്ടില്ല. അമൃത ന്യൂസ്, തൃശൂർ. ഇസ്രയേൽ-ഇറാൻ വെടിനിർത്തൽ നിലവിൽ വന്നതിനു പിന്നാലെ കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക്. മധ്യേഷ്യയിലേക്കുള്ള വിമാന സർവീസുകൾ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുമെന്ന് എയർ ഇന്ത്യയും വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസ് തുടങ്ങിയതായി ഇൻഡിഗോയും അറിയിച്ചു. വിമാന സർവീസുകൾ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കാനുള്ള നീക്കത്തിലാണ് വിമാന കമ്പനികൾ. സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് എയർ ഇന്ത്യയും ഇൻഡിഗോയും അറിയിച്ചു. പരമാവധി സർവീസുകൾ നാളെയോടെ തുടങ്ങാനാകുമെന്ന് അധികൃതർ അറിയിച്ചു. യൂറോപ്പിലേക്കും തിരിച്ചുമുള്ള റദ്ദാക്കിയ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. US-ലേക്കും കാനഡയിലേക്കുമുള്ള പല സർവീസുകളും ഉടൻ പുനരാരംഭിക്കുമെന്നും കമ്പനി അറിയിച്ചു. എന്നാൽ സുരക്ഷിതമല്ലാത്ത വ്യോമപാതകൾ ഒഴിവാക്കുന്നത് തുടരും. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസ് തുടങ്ങിയതായി ഇൻഡിഗോയും അറിയിച്ചു. ഇറാനിലേക്കുള്ള സർവീസുകൾക്ക് നിയന്ത്രണം തുടരും. ഇറാൻ ആക്രമണത്തെ തുടർന്ന് ഖത്തർ വ്യോമപാത അടച്ചത് ഇന്ത്യയിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകളെയാകെ ബാധിച്ചിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടാനുള്ള 17 വിമാന സർവീസുകളും കണ്ണൂരിൽ നിന്നുള്ള 12 സർവീസുകളും തിരുവനന്തപുരത്ത് നിന്നുമുള്ള 8 വിമാന സർവീസുകളുമാണ് നേരത്തെ റദ്ദാക്കിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയ്ക്ക് കണ്ണീരോടെ വിട നൽകി ജന്മനാട്. പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4:30 മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മന്ത്രി VN വാസവൻ സംസ്ഥാന സർക്കാരിനു വേണ്ടി അന്തിമോപചാരം അർപ്പിച്ചു. വിമാന അപകടത്തിന് ശേഷം 12ാം ദിവസമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരികെ നാട്ടിലെത്തിക്കുന്നത്. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം മന്ത്രിമാരായ V ശിവൻകുട്ടിയും GR അനിലും ചേർന്ന് ഏറ്റുവാങ്ങി. തുടർന്ന് 9:30 ജന്മനാടായ പുല്ലാട് എത്തിച്ചു. രഞ്ജിതയുടെ മകൻ ഇന്ദുചൂടൻ പഠിക്കുന്ന ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലായിരുന്നു പൊതുദർശനത്തിന് ക്രമീകരണമൊരുക്കിയത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് രഞ്ജിതയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി VN വാസവൻ അന്തിമോപചാരം അർപ്പിച്ചു. ഏറെ വേദനയോടെ, ദുഃഖത്തോടെ രഞ്ജിതയ്ക്ക് എല്ലാവിധ ആദരാഞ്ജലിയും അർപ്പിക്കുന്നു. ഈ വിഷമത്തിൽ, ഈ നാടിന്റെ ദുഃഖത്തിൽ സംസ്ഥാന ഗവൺമെന്റിനും പങ്കുചേരുന്നു. അന്തിമോപചാരം അർപ്പിക്കാൻ ഒരു നാടൊന്നാകെ ഒഴുകിയെത്തിയപ്പോൾ പ്രദേശത്തെ വ്യാപാരികൾ ആദരസൂചകമായി കടകൾ അടച്ചിട്ടു. 2 സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു. പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായി മൃതദേഹം വീട്ടിലെത്തിച്ചു. തുടർന്ന് മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം രഞ്ജിതയുടെ സ്വപ്നഭവനത്തിനോട് ചേർന്ന് മൃതദേഹം സംസ്കരിച്ചു.
അടുത്ത ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും മാത്രമാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഒത്തുചേരലിന്റെ അപൂർവതയ്ക്ക് വേദിയായി നിയമസഭ. പെയ്തിറങ്ങുന്ന ഓർമ്മകൾ എന്ന പേരിൽ മുൻ നിയമസഭാ സാമാജികരുടെ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. നിയമസഭയിൽ 25 വർഷം പൂർത്തിയാക്കിയവരെയും മുതിർന്ന നിയമസഭാ സാമാജികരെയും ചടങ്ങിൽ ആദരിച്ചു. നിയമസഭാ പുസ്തക പ്രകാശന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി ജീവിതത്തിന്റെ ഭാഗമായിരുന്ന നിയമസഭയിൽ അതേ ഓർമ്മകളോടെ അവരെത്തി. പരസ്പരം ചോദ്യങ്ങളുയർത്തി വാദപ്രതിവാദങ്ങൾ നടത്തി കലുഷിതമായിരുന്ന സ്ഥലത്ത് പെയ്തിറങ്ങുന്ന ഓർമ്മകൾ അവർ പങ്കുവച്ചു. മുൻ നിയമസഭാ സാമാജികരുടെയും മുൻ നിയമസഭാ ജീവനക്കാരുടെയും മുൻ നിയമസഭാ സെക്രട്ടറിമാരുടെയും മാധ്യമപ്രവർത്തകരുടെയും സ്നേഹക്കൂട്ടായ്മ അക്ഷരാർത്ഥത്തിൽ ഓർമ്മകളുടെ പെയ്തിറങ്ങലായിരുന്നു. കാലങ്ങൾ മായ്ക്കാത്ത ഓർമ്മകൾ ഓരോരുത്തരും പങ്കുവച്ചു. മുഖ്യമന്ത്രി നിയമസഭയിലേക്ക് നടന്നു വന്നു എന്നുള്ള പെയ്തിറങ്ങുന്ന ഓർമ്മ എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമല്ല. പഴമയ്ക്കൊപ്പം പുതുമ കൂടി ചേർന്നതോടെ പ്രതിഷേധങ്ങളുടെ നിയമസഭ പുഞ്ചിരിയുടെ ഇടമായി. ഒപ്പം ഭരണഘടനാ നിർമ്മാണ സഭാ ചർച്ചകളുടെ മലയാള പരിഭാഷയുടെ 1ാം വാല്യത്തിന്റെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നിർഭയമായ എതിരഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സാഹചര്യം ഇന്ന് രാജ്യത്തുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിർഭയമായ എതിരഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. വൈദേശികമായതുകൊണ്ട് ഇംഗ്ലീഷ് പാടില്ല എന്ന് അധികാരസ്ഥാനത്തുള്ളവർ തന്നെ പറയുന്ന കാലമാണല്ലോ ഇത്. വൈദേശികം എന്ന മുദ്രകുത്തി എല്ലാറ്റിനെയും തള്ളുന്ന ഒരു നിലപാട് ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ഭരണഘടനയെ ഉണ്ടാകുമായിരുന്നില്ല. ഈ നിയമസഭയുടെ കാലയളവിൽ 25 വർഷം പൂർത്തിയാക്കുന്ന നിയമസഭാ സാമാജികർ, മുതിർന്ന മുൻ നിയമസഭാ സാമാജികർ, മുതിർന്ന മുൻ നിയമസഭാ ജീവനക്കാർ, മുതിർന്ന മാധ്യമപ്രവർത്തകർ എന്നിവരെ ആദരിക്കൽ, നിയമസഭ ഏർപ്പെടുത്തിയിട്ടുള്ള വിവിധ അവാർഡുകളുടെ വിതരണം എന്നിവയും നടന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശ്രീനാരായണ ഗുരു ഗാന്ധിജി കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഡൽഹിയിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച വികസിത ഭാരതത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് ഊർജ്ജം പകർന്നെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് രാജ്യത്തിന്റെ ഇതിഹാസം ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണെന്നും മോദി പറഞ്ഞു. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റാണ് ശതാബ്ദി ആഘോഷം സംഘടിപ്പിക്കുന്നത്. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും 1925-ൽ ശിവഗിരിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. देश के इतिहास की एक अभूतपूर्व घटना को याद करने का साक्षी बन रहा है. एक ऐसी ऐतिहासिक घटना जिसने न केवल हमारे स्वतंत्रता आंदोलन को नई दिशा दी, बल्कि स्वतंत्रता के उद्देश्य को, आजाद भारत के सपने को ठोस मायने दिए. 100 साल पहले श्री नारायण गुरु और महात्मा गांधी की वो मुलाकात आज भी उतनी ही प्रेरक है, उतनी ही प्रासंगिक है. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. മോദി ഗാന്ധിജിയുടെ പ്രതീകമെന്നും മതഭേദങ്ങൾക്കപ്പുറത്ത് പ്രധാനമന്ത്രി രാജ്യത്തെ കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനൊരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ടായിട്ടില്ല. മഠത്തോട് ഏറെ ആഭിമുഖ്യം അദ്ദേഹം പുലർത്തുന്നുവെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ശ്രീനാരായണ ഗുരു ഗാന്ധിജി കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജി ശിവഗിരിയോടും ശ്രീനാരായണ ഗുരുദേവനോടും കാണിക്കുന്ന ആഭിമുഖ്യം എത്ര വലുതാണ് എന്ന് എത്ര പറഞ്ഞാലും തീരുകയില്ല. അദ്ദേഹം ആദ്യമായി ശിവഗിരിയിൽ വരുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ തൃശൂർ വെള്ളാങ്കല്ലൂർ സെന്ററിൽ പട്ടാപ്പകൽ വയോധികനെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. അരിപ്പാലം ചീനക്കുഴി സ്വദേശി ശങ്കരൻ പിള്ളയുടെ മകൻ രാജൻ പിള്ളയാണ് മരിച്ചത്.
മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന ബാബു ചാമക്കുന്ന് എന്ന വ്യക്തിയാണ് കൊലപാതകം നടത്തിയത്. ഇയാളെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ചെത്തിയ രാജൻ പിള്ളയും ബാബുവും തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. തൃശൂർ ചൂലൂരിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ചന്ദ്രാപിന്നിയിൽ നിന്നും തൃപ്രയാറിലേക്ക് പോവുകയായിരുന്ന കാറാണ് ചുലൂർ ജുമാ മസ്ജിദിന് സമീപത്തെ വീട്ടുപറമ്പിലേക്ക് തലകീഴായി മറിഞ്ഞത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു സംഭവം. ഡ്രൈവർക്ക് തലകറക്കം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അപകടം ഉണ്ടായതെന്നാണ് നിഗമനം. നിസ്സാര പരിക്കേറ്റ ഡ്രൈവറെ വല്ലപ്പാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ വിമല കോളേജിൽ ഭക്ഷ്യവിഷബാധ. കോളേജ് ഹോസ്റ്റലിലുള്ള നിരവധി കുട്ടികൾ ചികിത്സ തേടി. ഭക്ഷ്യവിഷബാധ സ്കൂൾ അധികൃതർ മറച്ചുവെച്ചെന്നാണ് ആക്ഷേപം. ആരോഗ്യവകുപ്പിനെ അറിയിച്ചിട്ടില്ലെന്നും പരാതിയുണ്ട്. ലീഡ്സ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ 371 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ടിന് മികച്ച തുടക്കം. അവസാന ദിവസം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇംഗ്ലണ്ട് 117 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് 364 അവസാനിച്ചിരുന്നു. KL രാഹുലിന്റെയും ഋഷഭ് പന്തിന്റെയും സെഞ്ചുറികളാണ് ഇന്ത്യക്ക് തുണയായത്. ഋഷഭ് പന്ത് 118 റൺസ് എടുത്തു. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു മത്സരത്തിലെ 2 ഇന്നിംഗ്സുകളിൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. CITU ചുമട്ട് തൊഴിലാളി സമ്മേളനത്തിന്റെ സമാപനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം ആ ശത്രുതയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതിന്റെ ഭാഗമായുള്ള വികാരം ശക്തിപ്പെടുത്തുക, സംഘർഷങ്ങൾ ഉടലെടുക്കുക, ആ സംഘർഷങ്ങളുടെ ഭാഗമായി കലാപങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കലാപങ്ങളിലേക്ക് എത്തിക്കുക. ഇതൊക്കെയാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റേതായ രീതിയിൽ ജീവിക്കാനാകാത്ത അവസ്ഥ വന്നിരിക്കുന്നു. ഇവിടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൂടാ. നമ്മുടെ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കഴിച്ച ഭക്ഷണത്തിൻ്റെ നേരെ ആളെ കൊല്ലാൻ പുറപ്പെടുന്നു. എന്തെല്ലാം നെറികേടുകളാണ് നടന്നിട്ടുള്ളത്. എന്തിനാണിത്? യഥാർത്ഥ പ്രശ്നങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കാതിരിക്കണം. അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികാരം ജനങ്ങളിൽ ഉടലെടുക്കാതിരിക്കണം. ദാരിദ്ര്യം പെരുകുമ്പോൾ ആ ദാരിദ്ര്യത്തിന് കാരണക്കാരായവരെക്കുറിച്ച് ചിന്തിക്കരുത്. അപ്പോൾ വർഗീയതയായിരിക്കണം